നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നത് പോലെ ആകാശത്തിൻ്റെ വിവിധ ലെയറുകൾ, പ്രൈമറി ആയിട്ട് 7 ലെയറുകളെക്കുറിച്ചാണ് സയൻസ് പറയുന്നത്. സോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മാറിയുള്ള 7 ലെയറുകളെയാണ് ബൈബിൾ സ്വർഗം അല്ലെങ്കിൽ സ്വർഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ആക്ഷരികമായി ഏതോ ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കി, ഒരു ഗാർഡൻ ഉണ്ടാക്കി, അതിലെ വീഥികളൊക്കെ സ്വർണം കൊണ്ട് പൂശി അല്ലെങ്കിൽ സ്വർണ്ണക്കല്ലുകൾ വെച്ചിട്ട് പാകിയിട്ട് പളുങ്ക് നദി ഒഴുകുന്ന, മധ്യപ്പുഴ ഒഴുകുന്ന, സുന്ദരിമാരായ സ്ത്രീകളെ താമസിപ്പിച്ചിരിക്കുന്ന കൊട്ടാരമുള്ള ഒരു വ്യക്തി മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന് ആർഭാടമായി ലക്ഷറിയസ് ആയിട്ട് സുഖജീവിതം നടത്താൻ പറ്റുന്ന അങ്ങനെ ഒരു ആക്ഷരികമായ സ്ഥലമല്ല സ്വർഗം. മറിച്ച് ആകാശമണ്ഡലങ്ങളാണ്, വിവിധ തട്ടുകളാണ് ഈ സ്വർഗമെന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരിക്കലും ഇനി നിങ്ങളെ ആൾക്കാർ പറ്റിക്കരുത്. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സുഖലോലുപരായി ജീവിക്കാൻ പറ്റുന്ന, ആഹ്ലാദിക്കാൻ പറ്റുന്ന, ഉന്മാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മതം സ്വർഗത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ വിശ്വാസ സമൂഹം മനസ്സിലാക്കുക. അത് നിങ്ങൾ ഏത് മതമാണെങ്കിലും. ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ പോലെയുള്ള മതഗ്രന്ഥങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം അരൂപിയാണ്, ദൈവത്തിന് രൂപമില്ല, ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിന് അസ്ഥി, മാംസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അരൂപിയാം ദൈവത്തിന്, ആത്മാവാം ദൈവത്തിന് ജീവിക്കാനായിട്ടൊരു ലൊക്കേഷൻ്റെ ആവശ്യമില്ല, ഒരു കൊട്ടാരത്തിൻ്റെ ആവശ്യമില്ല, ഇരിക്കാനൊരു കസേരയുടെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഈ ശരീരമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇരിക്കേണ്ടി വരുന്നത്. ശരീരമില്ലെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ ആണ് കാര്യങ്ങളെങ്കിൽ നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിനകത്തുനിന്ന് റിലീസായി കഴിഞ്ഞാൽ ഈ ആത്മാവിനായിരിക്കാനായിട്ട് ഒരു ജിയോഗ്രഫിക് ലൊക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ സൃഷ്ടികളുടെ ഒന്നിൻ്റെയും സഹായം വേണ്ട, വായു വേണ്ട, സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട. സോ എൻ്റെ ആത്മാവ് ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രമാണ്. അപ്പോൾ ആത്മാവ് ഒരിക്കലും നമ്മളുടെ ഈ ശാരീരിക ബോധത്തിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആത്മാവിന് ആവശ്യമില്ല. അപ്പോൾ ദൈവവുമായിരിക്കുന്നത് ആത്മാവെന്ന് പറയുന്ന ആ ഒരു ഫോമിലാണ്, അരൂപിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്, ഈ രൂപമില്ലാത്ത എനിക്ക്, അരൂപിയായ എനിക്ക് നിങ്ങളൊരു രൂപമുണ്ടാക്കി തരണ്ട, നിങ്ങളുടേതായിട്ടുള്ള സങ്കല്പമനുസരിച്ച് ഒരു ബിംബത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ സർവ്വപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവചൈതന്യമാണ് എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്.